36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ ആക്രമിക്കും, തയ്യാറെടുക്കൂ. പാക് പട്ടാളത്തിന് മുന്നറിയിപ്പെത്തി. ഒരു സർജിക്കൽ സ്ട്രൈക്കോ അല്ലെങ്കിൽ അതിർത്തി കടന്നെത്തി പാക് പട്ടാള കേന്ദ്രങ്ങളോ തന്ത്രപ്രധാന മേഖലകളോ ആക്രമിക്കപ്പെടും. ഇന്ത്യൻ സൈനിക നടപടി ഉടനുണ്ടാകുമെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് കിട്ടിയതോടെ പാക് ഭരണകൂടത്തിന് മുട്ടിടിക്കുന്നു. പാക് പട്ടാള ക്യാമ്പിൽ തയ്യാറെടുപ്പ്. കര, വ്യോമ, നാവിക അതിർത്തികൾ അടച്ചുപൂട്ടി. ആക്രമണം ഉടനുണ്ടെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പ് കിട്ടിയതോടെ ഇസ്ലാമാബാദിൽ അടിയന്തര യോഗം നടന്നു. ഇന്ത്യ ആക്രമിച്ചാൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് പാക് മന്ത്രി അത്താവുള്ള മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസവും ഇന്ന് രാവിലെയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക യോഗം വിളിച്ചു ചേർത്തിരുന്നു. തിരിച്ചടി എങ്ങനെ, എവിടെ, എപ്പോൾ വേണമെന്ന് സൈനിക മേധാവികൾക്ക് തീരുമാനിക്കാമെന്ന് അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു. ഈ ചർച്ച പാകിസ്ഥാൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പിന്നാലെയാണ് പാക് ഇന്റലിജൻസ് ഇന്ത്യ 36 മണിക്കൂറിനുള്ളിൽ ആക്രമിക്കുമെന്ന് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് കൊടുത്തത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്നുള്ള അടിസ്ഥാനരഹിതവും കെട്ടിച്ചമച്ചതുമായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഇന്ത്യ ആക്രമണത്തിന് മുതിരുന്നതെന്നും അത്താവുള്ള പറഞ്ഞു. ഇന്ത്യ ജഡ്ജിയും ജൂറിയും ആരാച്ചാരും കളിക്കുകയാണെന്നും പാകിസ്ഥാന് അക്കാര്യം ഒരിക്കലും സ്വീകാര്യമല്ലെന്നും അത്താവുള്ള പറഞ്ഞു. സത്യാവസ്ഥ കണ്ടെത്തുന്നതിന് നിഷ്പക്ഷമായ ഒരു വിദഗ്ധ സമിതിയുടെ സത്യസന്ധവും സുതാര്യവും സ്വതന്ത്രവുമായ അന്വേഷണത്തിന് ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രമെന്ന നിലയിൽ പാകിസ്ഥാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നതായും പാകിസ്ഥാനും ഭീകരവാദത്തിന്റെ ഇരയാണെന്നും അത്താവുള്ള കൂട്ടിച്ചേർത്തു. രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയെയും സംരക്ഷിക്കാൻ പാകിസ്ഥാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ആവർത്തിച്ച അത്താവുള്ള ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ഉണ്ടാകാനിരിക്കുന്ന സംഘർഷങ്ങളുടെ അനന്തര ഫലത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ത്യക്കായിരിക്കുമെന്നും പറഞ്ഞു. സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിലൂടെയായിരുന്നു അത്താവുള്ളയുടെ പ്രതികരണങ്ങൾ. എന്നാൽ തിരിച്ചടി അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് ഇന്ത്യ ആവർത്തിക്കുന്നു. പാകിസ്ഥാന് തിരിച്ചടി നൽകുന്ന കാര്യത്തിൽ സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതിനു പിന്നാലെ യുദ്ധ കപ്പലുകളുടെ ചിത്രം പങ്കുവച്ച് ഇന്ത്യൻ നാവികസേന രംഗത്ത്. ഒരു ദൗത്യവും അകലെയല്ല, അത്ര വിശാലത ഒരു കടലിനുമില്ല എന്ന കുറിപ്പോടെയാണ് യുദ്ധക്കപ്പലുകൾ സജ്ജമാക്കിയിട്ടുള്ള ചിത്രങ്ങൾ നാവികസേന എക്സിൽ പങ്കുവച്ചത്. ആയുധക്കരുത്ത് കാട്ടി അറബിക്കടലിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാവികസേന അഭ്യാസ പ്രകടനവും നടത്തിയിരുന്നു. പടക്കപ്പലിൽ നിന്ന് മിസൈൽ പരീക്ഷണമടക്കം നടത്തിയായിരുന്നു നാവികസേനയുടെ തയ്യാറെടുപ്പുകൾ. ഈ തയ്യാറെടുപ്പുകളൊക്കെ കണ്ടിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാന് പേ പിടിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ വിറളി പിടിക്കുകയാണ്. ഇന്ത്യ എന്ത് തരം ആക്രമണം പുറത്തെടുക്കും എന്നുള്ളത് ചിന്തിക്കാൻ പോലും പാകിസ്ഥാന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരാക്രമണം ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടണമെന്ന് തലയിൽ കൈവച്ച് ഇപ്പോൾ പാക് പട്ടാളവും പ്രതിരോധ മന്ത്രി ഖ്വാജയും തലപുകയ്ക്കും. ഇന്ത്യ പേടിയിൽ ലോകരാജ്യങ്ങളുടെ പിന്തുണയ്ക്ക് പരക്കം പായുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ. ഇന്ത്യ തങ്ങളെ ആക്രമിക്കരുത്, മധ്യസ്ഥ ചർച്ചയ്ക്ക് രാജ്യങ്ങൾ തയ്യാറാകണമെന്ന് നിലവിളിക്കുകയാണ് പാക് ഭരണകൂടം. എന്നാൽ അറബ് രാജ്യങ്ങളോ യൂറോപ്യൻ രാജ്യങ്ങളോ അമേരിക്ക, റഷ്യ തുടങ്ങിയ വമ്പന്മാരോ ആരും തന്നെ പാകിസ്ഥാനെ തിരിഞ്ഞു നോക്കുന്നില്ല. ഇതോടെ UN ചെന്ന് കാലുപിടിച്ചു. ഒടുവിൽ ഇന്ത്യയെ അനുനയിപ്പിക്കാൻ UN രംഗത്ത്. ഇരു രാജ്യങ്ങളോടും UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഫോണിൽ സംസാരിച്ചിരുന്നു. വിദേശകാര്യമന്ത്രി S ജയശങ്കറും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായുള്ള സംഭാഷണത്തിൽ പഹൽഗാം ആക്രമണത്തെ അന്റോണിയോ ഗുട്ടറസ് അപലപിച്ചു. നിയമപരമായ മാർഗങ്ങളിലൂടെ ഈ ആക്രമണങ്ങൾക്ക് നീതി ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടിയ ഗുട്ടറസ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. ദുരന്തപൂർണമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുന്ന ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകതയും ഗുട്ടറസ് ചൂണ്ടിക്കാട്ടി. UN സെക്രട്ടറി ജനറൽ പഹൽഗാം ഭീകരാക്രമണത്തെ നിസ്സംശയം അപലപിച്ചതിനെ അഭിനന്ദിക്കുന്നു. ഉത്തരവാദിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് യോജിക്കുന്നു. ഈ ആക്രമണത്തിന് പിന്നിലെ കുറ്റവാളികളെയും ആസൂത്രകരെയും ഇവരെ പിന്തുണയ്ക്കുന്നവരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്ന് ഇന്ത്യ ഉറച്ച തീരുമാനമെടുത്തിട്ടുണ്ട്. ജയശങ്കർ ഫോൺ സംഭാഷണത്തിന് ശേഷം എക്സിൽ കുറിച്ചു. എന്നാൽ ഒരു തിരിച്ചടി അത് കൊടുക്കുക തന്നെ ചെയ്യും എന്ന് ജയശങ്കറും പറഞ്ഞു വയ്ക്കുകയായിരുന്നു.
അടുത്ത 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ തങ്ങൾക്കെതിരെ സൈനിക നടപടിക്ക് പദ്ധതിയിടുന്നുവെന്ന് സൂചിപ്പിക്കുന്ന വിശ്വസനീയമായ രഹസ്യാന്വേഷണ വിവരം പക്കലുണ്ടെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നതിനിടെയാണ് UN സെക്രട്ടറി ജനറൽ ഇരു രാജ്യങ്ങളുമായി ഇപ്പോൾ സംസാരിച്ചത്. അതായത് ഒരു ആക്രമണം അത് ഉണ്ടാകാൻ പോകുന്നു, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്ന ഘട്ടം എത്തി നിൽക്കുമ്പോഴാണ് പാകിസ്ഥാന് ഇപ്പോൾ ഭീതി തുടങ്ങിയിരിക്കുന്നത്. സമാധാന ചർച്ചകൾക്ക് ഞങ്ങൾ തയ്യാറാണെന്ന് പാകിസ്ഥാൻ ഒരു വഴിക്കൂടെ പറയുമ്പോഴും രാജ്യാന്തര അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ പട്ടാളം പ്രകോപനം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം വരെയും നിയന്ത്രണ രേഖയ്ക്ക് സമീപം വരെ മാത്രമായിരുന്നു വെടിവെപ്പ്. ചൊവ്വാഴ്ച രാത്രി മുതൽ 5 ഇടത്ത് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനെല്ലാം തക്ക മറുപടി തന്നെ പാക് പട്ടാളത്തിന് കുറിച്ചു വെച്ചിട്ടുണ്ട് എന്ന് ഇന്ത്യ വ്യക്തമാക്കി. പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാക്രമണം അവർ ഉടനെ തന്നെ നേരിടേണ്ടി വരും. അത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അതിന് സമയവും ഇന്ത്യ കുറിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചൈനയും തുർക്കിയും പാകിസ്ഥാനെ സഹായിക്കുമെന്ന് കണ്ടു തന്നെയാണ് ഇന്ത്യ സകല പദ്ധതിയും തയ്യാറാക്കിയിരിക്കുന്നത്. ചൈനയുമായി ഒരു തർക്കമുണ്ടായാലും പാകിസ്ഥാനുമായി തർക്കമുണ്ടായാലും ഈ 2 രാജ്യങ്ങളെയും ഒരുമിച്ച് നേരിടേണ്ടി വരുമെന്ന് കണ്ടു തന്നെയാണ് ഇന്ത്യയുടെ പ്രതിരോധ കവചം രൂപപ്പെടുത്തിയിരിക്കുന്നത്. സൈനിക ശക്തിയിൽ ഇന്ത്യയുമായി താരതമ്യത്തിനു പോലും പാകിസ്ഥാനെ പ്രതിഷ്ഠിക്കാൻ കഴിയില്ല. റഷ്യ ഇന്ത്യക്ക് കൈമാറിയ ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമായ S-400 ട്രയംഫും ഫ്രാൻസ് നൽകിയ റഫേൽ വിമാനങ്ങളുമാണ് കരുത്ത്. പിന്നെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത കരുത്തന്മാരും. പാകിസ്ഥാൻ അവരുടെ കുന്തമുന ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കാൻ ശ്രമിക്കുന്ന ആ നിമിഷം തന്നെ അവയെ ചാരമാക്കാൻ ശേഷിയുള്ള ദൂരപരിധിയും സാങ്കേതിക മികവും ഉള്ള സംവിധാനങ്ങളാണ് S-400ഉം അതുപോലെ തന്നെ റഫേലുമൊക്കെ. ഇതിനോട് കിടപിടിക്കാൻ പോയിട്ട് അതിൻ്റെ അടുത്ത് പോലും എത്താൻ ശേഷിയുള്ള ഒരായുധവും ഇന്ന് പാകിസ്ഥാൻ്റെ പക്കലില്ല. S-400 ട്രയംഫ് ചൈനയ്ക്കും തുർക്കിക്കും റഷ്യ നൽകിയിട്ടുണ്ടെങ്കിലും ഈ സംവിധാനവുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ഈ 2 രാജ്യങ്ങൾക്കും പാകിസ്ഥാന് കൈമാറാൻ കഴിയുകയില്ല. ഇക്കാര്യത്തിൽ റഷ്യ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. മാത്രമല്ല, നാളെ പാകിസ്ഥാൻ തുർക്കിക്കും ചൈനയ്ക്കും എതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ വിവരങ്ങൾ കൈമാറുന്നത് അവർക്ക് തന്നെ തിരിച്ചടിയായി മാറുക എന്നതും തുർക്കിയും ചൈനയും പരിഗണിക്കേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പക്കലുള്ള റഷ്യയുടെയും അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെയും ആയുധങ്ങളുടെ ഒരു വിവരങ്ങളും ഈ പറയുന്ന തുർക്കിക്കോ അതുപോലെ തന്നെ ചൈനയ്ക്കോ ആർക്കും പാകിസ്ഥാന് കൈമാറാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ലഭ്യമാകുന്ന മറ്റൊരു പ്രധാന വിവരം ചൈനയ്ക്കും തുർക്കിക്കും നൽകിയ S-400 ട്രയംഫ് അല്ല ഇന്ത്യക്ക് റഷ്യ കൈമാറിയത് എന്നുള്ളതാണ്. കൂടുതൽ പ്രഹരശേഷിയുള്ള നവീകരിച്ച പതിപ്പാണ് ഇന്ത്യക്ക് റഷ്യ കൈമാറിയത് എന്നാണ് വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ അതിൻ്റെ പ്രോഗ്രാമിലും പ്രകടമായ വ്യത്യാസം ഉറപ്പാണ്. ഇന്ത്യ പാക് സംഘർഷം ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകരുത് എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ അമേരിക്കയും ചൈനയുമാണ്. അതിനും വ്യക്തമായ കാരണങ്ങളുണ്ട്. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അവിടെ പരീക്ഷിക്കപ്പെടാൻ പോകുന്നത് ചൈനയുടെയും അമേരിക്കയുടെയും ആയുധങ്ങളുടെ പവർ കൂടിയാണ്. F-16 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ അമേരിക്കയുടെ അനവധി യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാനിലുണ്ട്. ഇതിനൊപ്പം ചൈന നൽകിയ മിസൈലുകളും പ്രതിരോധ സംവിധാനങ്ങളുമാണ് ഇന്ത്യയുമായുള്ള ഏറ്റുമുട്ടലിനായി പാകിസ്ഥാൻ രംഗത്തിറക്കാൻ പോകുന്നത്. ഈ സംവിധാനങ്ങളെയെല്ലാം തവിട് പൊടിയാക്കാൻ ശേഷിയുള്ള ആയുധക്കരുത്താണ് ഇന്ത്യക്കുള്ളത്. അങ്ങനെ സംഭവിച്ചാൽ ലോകത്തിനു മുന്നിൽ ചൈനയും അമേരിക്കയും നാണം കെടും. ഇതവരുടെ ആയുധ വിപണിയെ മാത്രമല്ല സുരക്ഷയെയും വല്ലാതെ ബാധിക്കും. ഇപ്പോൾ തന്നെ അമേരിക്കയും നാറ്റോയും നൽകിയ ആയുധങ്ങൾ റഷ്യൻ ആയുധങ്ങൾക്ക് മുന്നിൽ തകർന്നടിയുന്നത് റഷ്യ യുക്രൈൻ യുദ്ധമുഖത്ത് തന്നെ ദൃശ്യമാണ്. അമേരിക്കയുടെ ദീർഘദൂര മിസൈലുകളെ മാത്രമല്ല ആധുനിക യുദ്ധവിമാനമായ F-16നെയും റഷ്യയുടെ S-400 ട്രയംഫ് ചാരമാക്കി. അമേരിക്കൻ ആയുധ വിപണിയെ ഇത് വല്ലാതെ ഉലച്ചിട്ടുണ്ട്. ഇന്ത്യ പാക് യുദ്ധമുണ്ടായാൽ വീണ്ടും അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമോ എന്നാണ് അമേരിക്ക ഭയക്കുന്നത്. ഇതേ ഭയം ചൈനയ്ക്കുമുണ്ട്. ഇന്ത്യൻ സൈന്യം ചൈനീസ് യുദ്ധവിമാനങ്ങളും മിസൈലുകളും തകർത്താൽ അത് ആവേശമാക്കി അമേരിക്കയും നാറ്റോ സഖ്യകക്ഷികളും ചൈനയോടുള്ള നിലപാട് കൂടുതൽ കടുപ്പിക്കുമോ എന്നതും ചൈനയ്ക്ക് പരിഗണിക്കേണ്ടതായി വരും. ഇന്ത്യക്ക് നേരെ ഒരു ആണവ ആക്രമണത്തിന് പാകിസ്ഥാൻ തുനിഞ്ഞാൽ പിന്നെ ഭൂപടത്തിൽ തന്നെ പാകിസ്ഥാൻ എന്ന രാജ്യം ഉണ്ടായിരിക്കുകയില്ല. തീർച്ചയായും അത്തരമൊരു ശ്രമം നടന്നാൽ അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്തം ചൈനയ്ക്ക് കൂടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ആണവ മിസൈൽ ചൈനയിൽ വീഴുന്ന സാഹചര്യം കൂടി മനസ്സിലാക്കിയായിരിക്കും ചൈനയും തുടർ നിലപാടുകൾ സ്വീകരിക്കാൻ പോകുന്നത്. ഒരു കാരണവശാലും പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിക്കില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഇപ്പോൾ ചൈനയുടെ ബാധ്യതയാണ്.
പാകിസ്ഥാന് നഷ്ടമാകാൻ ഒന്നുമില്ലെങ്കിലും ചൈനയ്ക്ക് നഷ്ടമാകാൻ ഏറെയുണ്ട്. ഒരേ സമയം ചൈനയെയും പാകിസ്ഥാനെയും നേരിടാൻ സൈന്യത്തെ സജ്ജമാക്കിയാണ് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ പ്രതികാരത്തിനായി സമയം കുറിച്ചിരിക്കുന്നത്.